നമ്മുടെ ലാലേട്ടന്റെ ഒരു പ്രോമോ വന്നിട്ടുണ്ട്. സിജോയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ആരും തിരക്കിയില്ല എന്നാണ് മെയിൻ ആയിട്ടും ആ ഒരു പ്രോമോയിൽ ലാലേട്ടൻ പറയുന്നത്. വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. ഇതിനിടയ്ക്ക് ഓരോരുത്തർ അവരുടേതായിട്ടുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് സിജോ ലാസ്റ്റ് വരുന്നതായിട്ട് ഈ ഒരു പ്രോമോയിൽ കാണിക്കുന്നുണ്ട്. ഋഷി പറയുന്നു ഈ ഒരു ട്രോമയിലായിരുന്നു ഞങ്ങളും. ഗബ്രി പറയുന്നു ഞാൻ ശ്രീരേഖ ചേച്ചിയോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നെന്തോ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഉടനെ ലാലേട്ടൻ എന്തൊക്കെയാണ് മോനെ ഈ പറയുന്നത്, ഇരിക്കൂ. ജാസ്മിൻ പറയുന്നു ഞാൻ വലിയ രീതിയിൽ എടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ ഉടനെ ലാലേട്ടൻ വലിയ രീതിയിൽ എടുത്തിട്ടില്ല, ആൻസർ കഴിഞ്ഞു. കൂടുതൽ ന്യായീകരിച്ച് മെഴുകണ്ട. ലാലേട്ടന്റെ ഒരു പൂണ്ട് വിളയാട്ടം തന്നെയായിരിക്കും മിക്കവാറും ഇന്നത്തെ എപ്പിസോഡ്. നല്ല കട്ടക്കലിപ്പിലായിരിക്കും എല്ലാവരുടെ അടുത്തും. കാരണം ഈ ഒരു ഫിസിക്കൽ ഇൻസിഡന്റിന് ശേഷം അവിടെയുള്ള ആരും സിജോ അനുഭവിച്ചത് എന്താണ് എന്ന് തിരക്കിയില്ല. അത് ലൈവില് കണ്ടോണ്ടിരുന്നപ്പോ എനിക്കും തോന്നിയത്, ഞാനത് പറയുകയും ചെയ്തു, ഇവരൊക്കെ എന്താണ് ഇങ്ങനെ എന്ന് നമ്മുടെ ഒരു വീഡിയോയില്. കുറെ പേര് റോക്കിക്ക് വക്കാലത്തെടുത്ത് നടക്കുന്നതും പിന്നെ കുറെ പേര് സിജോയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതുമാണ് അന്നത്തെ ദിവസം ലൈവില് കണ്ടത്. അല്ലാതെ ആരും സിജോയുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല. ഈ ഒരു അടി എരന്ന് മേടിച്ചതാണോ അല്ലായോ എന്നുള്ളതെല്ലാം അവിടെ നിൽക്കട്ടെ. ഒരു വീട്ടില് ഇത്തരത്തിലുള്ള ഒരു കയ്യേറ്റം നടക്കുമ്പോൾ അവിടെ ഉള്ളവര് നോക്കുകുത്തികളെ പോലെ എന്നത് കാണുന്നത് തീർച്ചയായിട്ടും അവരുടെ കഴിവുകേട് തന്നെയാണ്. അത് ലാലേട്ടൻ ചോദ്യം ചെയ്യണം. അത് ചെയ്തു, വളരെ നല്ല കാര്യം. ഗബ്രിയോടൊക്കെ എന്ത് വിവരക്കേട് പറയാതെ മോനെ എന്ന് പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറഞ്ഞു. നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വേറൊരു സീസണിൽ നടന്ന പോലൊരു സംഭവമല്ല ഇത്. കഴിഞ്ഞ സീസൺസിലൊക്കെ അവർ ഈ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞ് പുറത്താക്കിയത് ചെറിയ 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 വിഷയങ്ങളായിരുന്നു. ഇതുപോലെ വലിയൊരു വിഷയമല്ല. സിജോ അത് വിട്ടു, അല്ലെങ്കിൽ അത് പറഞ്ഞ് വിക്ടിം കാർഡ് ഇറക്കിയില്ല എന്ന് കരുതി ഈ ഒരു പ്രശ്നം അവസാനിക്കുന്നില്ല. അടിച്ചാടി അമ്മാതിരിയായിരുന്നു. ഹൗസിലുള്ളവരെല്ലാരും സിജോയുടെ കൂടെ തന്നെ നിൽക്കണമായിരുന്നു എന്ന് മാത്രമല്ല, സിജോയുടെ ആരോഗ്യനിലയെ പറ്റി തിരക്കണമായിരുന്നു. ഇങ്ങനൊരു അടി പൊട്ടുന്നത് തടയാമായിരുന്നു. അതാണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ്. തടഞ്ഞില്ല, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അതിലിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഒരു കിടിലൻ ലാലേട്ടൻ എപ്പിസോഡ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.